4:35 ടൈം. ഉറക്കത്തിൽ നിന്ന് വിളിച്ചിട്ട് പറയുക എനിക്ക് പുഴുങ്ങിയ ചീനി വേണമെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, എണീച്ച് നമുക്ക് പരിപാടിയിലോട്ട് കിടന്നാലോ. ബാ. അങ്ങനെ നമ്മൾ നേരെ പരിപാടിയിലേക്ക് തുടങ്ങി. അങ്ങനെ ചീനി എടുത്തു, ചീനി പൊളിക്കാൻ തുടങ്ങി. ഇക്കുവാണ് എല്ലാം ചെയ്തത്. ഞാൻ ചുമ്മാ ഹെൽപ്പർ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചവിടെ നിന്നു. മഞ്ഞ ചീനിയാണ്, ഞാൻ ഫസ്റ്റ് ടൈമാണ് മഞ്ഞ ചീനി കാണുന്നതും കഴിക്കുന്നതും. അങ്ങനെ ചീനിയൊക്കെ അരിഞ്ഞിട്ട് നേരെ കഴുകാൻ തുടങ്ങി. എനിക്കാണെങ്കിൽ ഈ പാതിരാത്രിയാകുമ്പോൾ ഭയങ്കര വിശപ്പാണ്. അതായത് ഞാൻ രാവിലെ മുതൽ രാത്രി വരെ പട്ടിണി കിടന്നാലും പാതിരാത്രിയാകുമ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പാണ്. അതേപോലെയാണ് ഇക്കൂനും. അതായത് ഞങ്ങൾ രണ്ടും ആ ഒരു കാര്യത്തിൽ ഒരേ ഇഷ്ടമുള്ള ആൾക്കാരാണ്. അങ്ങനെ നേരെ ചീനി കഴുകിയിട്ട് വെള്ളം വെച്ചു, ഉപ്പിട്ടു. അങ്ങനെ നേരെ അത് തിളച്ചപ്പോഴത്തേക്ക് ചീനി എടുത്തിട്ടു. അങ്ങനെ ചീനി പിന്നെ വേവാൻ വേണ്ടി വെച്ചപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ചൊരു പുളിമുളക് ഉണ്ടാക്കുന്നത്. അങ്ങനെ നേരെ മുളക് വെച്ചിറങ്ങി. ആ ശബ്ദമൊക്കെ കേട്ടിട്ട് അമ്മ ഉറക്കം എണീറ്റു. അങ്ങനെ നേരെ പുളിമുളകത്തിനുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ തൊലിക്കാൻ തുടങ്ങി. ഞാൻ ഉള്ളി തൊലിക്കാൻ തുടങ്ങിയപ്പോഴേ എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു. അവസാനം ഉള്ളി തൊലിച്ച് വന്നപ്പോഴത്തേക്ക് എൻ്റെ മുഖം ഇങ്ങനെയായിരുന്നു. അങ്ങനെ ജാറിലോട്ട് ഉള്ളി ഇട്ടു, മുളകിട്ടു, ഉപ്പിട്ടു, പുളിയിട്ടു. അങ്ങനെ നേരെ നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കാൻ തുടങ്ങി. ഇത് അരച്ചിട്ട് ഇതങ്ങോട്ട് തുറക്കുമ്പോൾ നല്ലൊരു മണമായിരുന്നു. അങ്ങനെ അത് പുളിയും വെള്ളം സെറ്റായപ്പോഴത്തേക്ക് നേരെ നമ്മൾ ചീനി വെന്തോന്നറിയോ ഒരെണ്ണം എടുത്ത് കഴിച്ചു. പക്ഷെ എൻ്റെ വായും പൊള്ളിപ്പോയി. അങ്ങനെ ചീനി അപ്പോഴത്തേക്ക് വെന്തായിരുന്നു. അങ്ങനെ നേരെ ഒരു തിളപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ നേരെ എടുത്ത് ഊറ്റി കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ്. നമ്മൾ അധികം അത്രയോ തോനെയൊന്നും ഉണ്ടാക്കിയില്ലായിരുന്നു, കാരണം വെളുപ്പിനെ ആയിരുന്നല്ലോ. അങ്ങനെ നേരെ നമ്മൾ ചീനിയും പുളിയും വെള്ളമൊക്കെ സെറ്റായപ്പോഴത്തേക്ക് ഒരു കട്ടൻ ചായയും കൂടെ ഇടാമെന്ന് വെച്ചാൽ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് 5:30 അതായത് 1 മണിക്കൂർ കറക്റ്റ്. അങ്ങനെ 6 മണിയാവും, അതായത് വെളുപ്പിനെ ആവാൻ ഇനി അരമണിക്കൂറും കൂടിയേ ഉള്ളൂ. അങ്ങനെ ഉണ്ടാക്കിയ ആൾ ആദ്യം കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ആൾക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാനും കഴിച്ചു. ഞാൻ അത്ര ചീനിയൊന്നും കഴിക്കുന്ന വ്യക്തിയല്ല, പക്ഷെ എനിക്കിത് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പം അത്രയേ ഉള്ളൂ.